വിഭവസമൃദ്ധമായ ഈ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കോൺ. നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു, കസേരയിലേക്ക് കയറി ഇരുന്നു. എന്നിട്ട് ആ കറിയെടുത്ത് അല്പം പിന്നെ ചോറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. ഒരല്പം വാരി വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായ കട്ടി ഉപ്പ്. ഒരൊറ്റ തുപ്പങ്ങോട്ട് തുപ്പിയിട്ട്, ഇടി നിന്റെ ഉപ്പാടെ വകയാനോടി ഉപ്പ്, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, എനിക്ക് ആവശ്യത്തിന് ഇട്ടാ പോരെ. മിണ്ടാതെ നിൽക്കായി പാവം. ഈ സംഗതി അബദ്ധം സംഭവിച്ചു പോയി, ഇത്ര ഉപ്പ് കൂടിപ്പോയി. അത് ഈ കൂട്ടാത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ചങ്ങാതി എടുത്ത് ഒഴിക്കുകയും ചെയ്ത്. എന്റെ ബഹുമാനികളെ, മിണ്ടാതെ നിൽക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവക്കടെ വാപ്പാനെയും ഉമ്മാനെയും കൂട്ടിക്കൊണ്ടൊരു 18 ദിക്ർ വെച്ച് 36 ദിക്ർ. വാപ്പാക്ക് 18, ഉമ്മാക്ക് 18. ഇതെന്നാ നല്ല ശരിക്കും അതിൻ്റെയൊക്കെ അറുഫ് അന്നോടത്തിൽ നിന്ന് തന്നെ വരും. നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴേ അറുഫ് തെറ്റിപ്പോവുള്ളൂ. ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ സിറാത്തല്ലദീന അങ്ങനെയായി പോകും. അവിടെ സിറാത്താന്ന് വരൂല, സിറാത്തല്ലദീന. അൻതാന്ന് ഓതുന്നിടത്തിൽ അൻഅംത അങ്ങനെയായി. അവിടെയൊക്കെ അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷെ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കി അവക്കടെ വാപ്പാനെ ഉമ്മാനെയും കൂടെ കൂട്ടി പറയണ ദിക്കറിനകത്ത് ഒരു പോരായ്മ പറ്റൂല. ഒക്കെ കറക്റ്റാണ്. മിണ്ടാതെ നിൽക്കായി പാവം ഉണ്ടാവും. വർത്താനമൊക്കെ സൂക്ഷിച്ച് പറയണം കേട്ടാ. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വർത്താനം സൂക്ഷിച്ച് പറയണം. അല്ലാഹുവിന്റെ റസൂലേ ഈ ശൈത്താനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ശൈത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ആഖിർ സമാൻ വരുമ്പോൾ ഈ വർത്താനത്തിൽ നിന്നൊക്കെ ഈ പ്രശ്നം. അപ്പാനെ ഉമ്മാനെയൊക്കെ കുട്ടിയൊക്കെ തട്ടൂലേ. ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാ. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി യൗമൽ ഖിയാമത്തി അക്സറു ഔലാദിൽ ബഖിയ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആഖിർ സമാൻ എത്തുമ്പോൾ ജാരസന്താനങ്ങൾ ലോകത്ത് അധികരിക്കുന്നതാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ജാരസന്താനങ്ങൾ വേശ്യാലയത്തിൽ നിന്നല്ലേ വരേണ്ടത്? ഈ ലോകത്ത് നിയമപരമായും നിയമവിരുദ്ധമായും നടക്കുന്ന എത്ര വേശ്യാലയങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വേശ്യാലയത്തിൽ നിന്ന് ഒരു വേശ്യസ്ത്രീ പ്രസവിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അവരതിന് വേണ്ടുന്ന എല്ലാവിധ സുരക്ഷയും ഒരുക്കിയിട്ടാണ് അവരാ പണിക്ക് പോണത്. പിന്നെ എവിടെ നിന്നാണ് ലോകാവസാനത്തിലേക്ക് എത്തുമ്പോൾ ജാരസന്താനങ്ങൾ അധികരിക്കുന്നത്? അത് നമ്മുടെ പലരുടെയും വീടുകളുടെ ഉള്ളിൽ നിന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നായ ജാരസന്താനങ്ങൾ ഇറങ്ങണേ. ജാരസന്താനങ്ങളുടെ ശൈലി എന്താ? അവർ നാട്ടിലും വീട്ടിലും മഹല്ലിലും എല്ലാം ഫിത്തനക്കാരായിരിക്കും. വാപ്പ നല്ലത്, ഉമ്മ നല്ലത്, 2 നല്ല തറവാട്ടുകാര്. ആ കുടുംബത്തിലുള്ള വേറെ മക്കളെ കൊണ്ടും ഒരു കുഴപ്പമില്ല. ഒരുത്തൻ മാത്രം ഭയങ്കര കുഴപ്പമാണ്. അവൻ പള്ളിയിൽ വന്നാൽ വെള്ളിയാഴ്ചയും പ്രശ്നം, പൊതുയോഗത്തിനും പ്രശ്നം, യോഗത്തിനും വന്നാലും പ്രശ്നം, എവിടെയും പ്രശ്നം. മുസ്ലിയാർക്കും പ്രശ്നം, മുല്ലാക്കാക്കും പ്രശ്നം, ഒക്കെ പ്രശ്നമാണ്. പാപ്പാനെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം ആ നാട്ടിലുണ്ടായിട്ടില്ല, ഉമ്മാനെ കൊണ്ടായിട്ടില്ല. ഇല്ലേ? ജാരസന്താനങ്ങൾ നാട്ടിലും വീട്ടിലും മഹലിലും ഒക്കെ കുഴപ്പക്കാരായിരിക്കും. എവിടെ നിന്നായി ജാരസന്താനങ്ങൾ വരുന്നത്? വരുന്നതിൻ്റെ ഒരു ശൈലി വേണമെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ കൂട്ടായില് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രസംഗത്തിന് ചെന്നപ്പോൾ വഴത് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ ഒരു തങ്ങളാണ്. ഈ തങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ബാഫയ്ക്ക് തങ്ങളുടെയൊക്കെ ദീനീ ദഅവത്തിന്റെ ഒരു ശൈലി മൂപ്പരിങ്ങനെ പറഞ്ഞോട്. ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇന്നത്തേതുപോലെ ഇങ്ങനെ സ്റ്റേജും കസേരയൊന്നും ഇട്ടിട്ടല്ല നമ്മുടെ മുൻഗാമികളൊക്കെ ദീനീ ദഅവത്ത് നടത്തിയത്. തങ്ങൾ ദീനീ ദഅവത്ത് നടത്താൻ വേണ്ടി വന്നപ്പോൾ നസീഹത്ത് നടത്തുന്നത് മരത്തിന്റെ ചോട്ടിലിരുന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു അനുഭവം പറയാണ്. മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ ദീനീ നസീഹത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോ വളരെ അകലെ അല്ലാതെ കുറെ കുട്ടികൾ ഇങ്ങനെ പന്തുരുട്ടി കളിക്കുന്നുണ്ട്. ഈ പന്തടിച്ചതായ കുട്ടികളിൽ നിന്ന് യാദൃച്ഛികമായ ഒരു പന്ത് അവരുടെ നിയന്ത്രണം തെറ്റി ബഹുമാനപ്പെട്ട തങ്ങളുടെ മുന്നിലേക്ക് വന്നു വീണു. അപ്പൊ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു, തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നടുക്ക് ഈ പന്ത് കിടക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വലിയ പരിഭ്രമമായി. കാരണം തങ്ങളുടെ മുമ്പിൽ പെട്ട പന്ത് പോയി എടുക്കണമെങ്കിൽ വിഷമാണല്ലോ. ഒരു കൂസലുമില്ലാതെ ഒരു കുട്ടി നടന്നു വന്ന് തങ്ങളുടെ മുന്നിൽ നിന്ന് ആ പന്തെടുത്തപ്പോഴേ തങ്ങൾ ആ കുട്ടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവന്റെ ജനനം ശരിയല്ല, നല്ല വഴിയിൽ പ്രസവിച്ച കുട്ടിയല്ല. സദസ്സിലിരിക്കുന്നവരൊക്കെ അമ്പരന്നു. കാരണം എന്താ? ഇയാളെ നാട്ടിൽ നല്ല കാക്കാട, ഈ കൊച്ചു നാട്ടിൽ നല്ല കാക്കാട മോനാ. ഈ കുട്ടിയെ സംബന്ധിച്ച് ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശ്ചര്യം. നസീഹത്തൊക്കെ കഴിഞ്ഞു, തങ്ങൾ പോയി. 3-4 ആളുകൾ
ഈ കുട്ടിയുടെ പിതാവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആളുകളാണ്. അവിടെ ചെന്നു സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം തങ്ങളുടെ മജ്‌ലിസിലുണ്ടായി. അത് തൻ്റെ കുട്ടിയാണ് ആ പന്ത് വന്ന് എടുത്തോണ്ട് പോയത്. ആ കുട്ടിയെ നോക്കിക്കൊണ്ട് തങ്ങൾ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാ തങ്ങള്. ആര് പറഞ്ഞു? വീട്ടുകാരൻ കാക്ക പറയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹുൻ നാദിറൂന. അള്ളാഹുവിനെ അറിഞ്ഞതായ മഹാന്മാർക്ക് അവരുടെ ഉള്ളിൽ രണ്ട് നേത്രങ്ങളുണ്ട്. ആ അകത്തുള്ള കണ്ണുകളെ കൊണ്ട് നമ്മുടെ ബാഹ്യമായ കാഴ്ചകൾ, ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളെക്കാൾ അവരുടെ ആന്തരിക കണ്ണുകളെ കൊണ്ടിട്ട് അവർ കാണുന്നതാണ്. ഉൾക്കാഴ്ച അള്ളാഹു തആല കൊടുത്തതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അതിൽപ്പെട്ട ആളാണ് തങ്ങള്. അപ്പൊ ഇവർക്ക് അതിശയം. എന്താ അങ്ങനെ താൻ പറയാൻ കാരണം? എടോ, ഞാൻ മലേഷ്യയിലെ ഹോട്ടൽ കച്ചവടത്തിന് പോയത് എനിക്കറിയില്ല. അങ്ങനെ പോയി 2 കൊല്ലം എത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നല്ല ആരോഗ്യമുള്ള ഞാൻ 2 വർഷം എത്തി നാട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ദിവസം എൻ്റെ ഭാര്യ അശുദ്ധിക്കാരിയാണ്. അശുദ്ധിയായ ഭാര്യയുമായി ബന്ധപ്പെടൽ ഹറാമാണ്. കൂടെ കിടക്കുന്നതിന് തടസ്സമില്ല. ശാരീരികമായി ബന്ധപ്പെടുന്നത് ഇസ്ലാം കർക്കശമായി നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഭാര്യയെ 2 വർഷം എത്തി കണ്ടതും എന്റെ ആരോഗ്യവും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഭാര്യയുമായി അന്നത്തെ ദിവസം ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടതിൽ അവൾ ഗർഭിണിയായി. അതിൽ പ്രസവിച്ച കുട്ടിയാണ് ആ 12 വയസ്സുള്ള മോൻ ആ തങ്ങളുടെ മുന്നിൽ നിന്നും പന്തെടുത്തത്. കാക്ക നല്ലതാ, താത്ത നല്ലതാ, പക്ഷെ ചെറുക്കനുണ്ടായത് വഴി മോശപ്പെട്ടതാണ്. എന്താ ഈ നിലക്കുണ്ടായാലും പ്രശ്നമാണ്. ഔലാദുൽ ബഗിയ എന്ന് പറഞ്ഞാൽ ജാരസന്താനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശൈത്താൻ എന്ന് പറയുന്ന ഈ സൃഷ്ടി അതൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. ഒരു വ്യക്തിയല്ല ശൈത്താൻ. നിങ്ങളുടെ ഞരമ്പുകൾക്കുള്ളിൽ എത്രമാത്രം രക്തം സഞ്ചരിക്കാനുള്ള സ്വാധീനമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഈ ശൈത്താനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടുണ്ട്. രക്തം സഞ്ചരിക്കുന്നുണ്ടോ കുഴലിൽ, ഞരമ്പുകളിൽ കൂടി, അതിനേക്കാൾ കൂടുതൽ ശരീരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ശക്തിയാണ് ശൈത്താൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ശക്തി, അതിന്റെ നേതാവ് ബഹറിന്റെ മുകളിൽ സിംഹാസനം കെട്ടി ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. തങ്ങൾ പറയുന്നു, അനുയായികളെ ഇങ്ങനെ നാനാഭാഗത്തേക്കും വിടും. ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഭാര്യയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പാനെ ഉമ്മാനെയൊക്കെ കൂട്ടി പറയുമ്പോഴേ സൂക്ഷിച്ച് സംസാരിക്കണം. ജാരസന്താനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറപ്പെടാനുണ്ടാകുന്ന കാരണം ഭാര്യയുമായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത സംസാരം കൊണ്ടിട്ടാണ്. അതായി പറഞ്ഞു തന്നെ. ഇങ്ങനെ ഈ നേതാവ് എല്ലാ ഭാഗത്തേക്കും തന്നെ അനുയായികളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഓരോ അനുയായിയും നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നേതാവേ, ഇന്ന ആളെ കൊണ്ട് ളുഹർ ഞാൻ 6 റക്അത്ത് നിസ്കരിപ്പിച്ചു. നേതാവിന് ഒരു പരിഗണനയും കൊടുക്കൂല. നീ ഒന്നും ചെയ്തിട്ടില്ല എന്നാ. നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാവൂലേ, ളുഹർ നമസ്കാരം 4 ആണെങ്കിലും ഈ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ മറ്റവനിങ്ങനെ വന്നിട്ട് ചിന്തിപ്പിക്കും, അല്ല ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയോ? ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത്. ആദ്യത്തെ അത്തഹിയാത്ത് ഓതിയോ എന്ന് സംശയം വന്നാൽ ഉസ്താദുമാര് ക്ലാസ് എടുത്തേക്കണം എങ്ങനെയാ? ഓതിയിട്ടില്ല എന്ന് ഉറപ്പിക്കണം. അപ്പൊ ഇപ്പൊ ഓതിയില്ലോ എന്നുള്ള സംശയം വന്നേക്കണം. അപ്പൊ ഓതിയിട്ടില്ല, വീണ്ടും എഴുന്നേക്കും. 4 റക്അത്ത് ളുഹർ എത്തിയ ആള് വീണ്ടും 2 കൂടെ നിസ്കരിക്കും. അപ്പൊ എത്രയായി? 6 റക്അത്തായി. ഇത് മറ്റവന്റെ പണിയാ. ഇങ്ങനെ 6 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ട് നേതാവിന്റെ അടുത്തേക്ക് ചെല്ലും. ഇന്ന ആളെ കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യിപ്പിച്ചു, നീ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യിപ്പിച്ചിട്ടില്ല, പോടാന്നാണ്. ആട്ടി ഓടിക്കുകയാണ്. വേറൊരു അനുയായി വന്നിട്ട് പറയുന്നു, നേതാവേ, ഇന്നയാളെയും ഞാൻ തല്ലുപിടിപ്പിച്ചു. 2 സൃഷ്ടികളെ തമ്മിൽ ഞാൻ വഴക്കടിപ്പിച്ചു, പരിഗണനയില്ല, പോടാന്നാണ്. ഇങ്ങനെ ഓരോ അനുയായികളും വന്ന് പറയുമ്പോൾ ഒരനുയായി വന്നിട്ട് പറയുന്നു, നേതാവേ, ഇന്ന ഭർത്താവിനെ കൊണ്ട് തന്റെ ഭാര്യയോട്
പറയാൻ പറ്റാത്ത വാക്ക് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അത് അഹ്സൻത എന്ന് പറഞ്ഞ് ആ അനുയായിയെ നേതാവ് ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കും. നീ നല്ല പ്രവർത്തനം ചെയ്തു. ഇങ്ങനെ വലിയ സ്വീകരണം കൊടുത്ത് ആദരവ് കൊടുത്ത് ആലിംഗനം ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരാൻ. കാരണം എന്താ, പറയാൻ പറ്റാത്ത വർത്താനം ഭർത്താവിനെ കൊണ്ട് ഭാര്യയോട് പറയിപ്പിച്ചപ്പോൾ ഒരു തലമുറയെ മൊത്തം പഴിപ്പിച്ചേക്കുക. ഏതാ പറയാൻ പറ്റാത്ത വാക്കെന്നറിയോ? എടി നീ അങ്ങനെ എന്നെ മുഖി കേട്ടണ്ട, നീ നിന്റെ പണി നോക്കടി. നീ ഞാനായിട്ട് കുറെ പറയോ അതിന്റെ ഇടയ്ക്ക് ഉമ്മാനെ പാപ്പാനെ ഒക്കെ വിളിക്കും, എന്നിട്ട് പറയേ എടി നീ നിന്റെ പണി നോക്കടി, ഞാനും നീ ആയിട്ടൊന്നും ബന്ധമില്ല, നിനക്ക് നിന്റെ പണിക്ക് പോവാം, എനിക്ക് എന്റെ പണിക്കും പോവാം.